ഹായ് ഓൾ മക്കളെ, 9ാം ക്ലാസ്സിലെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിളിലെ ചില ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓണം എക്സാം എഴുതുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം എന്തേ, ഇനി വരുന്ന ക്വസ്റ്റ്യനുകളിൽ നമ്മൾ അടുത്ത ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം, പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ വർഷങ്ങളിൽ അഥവാ കഴിഞ്ഞ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ 4ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. അതെന്ത് ചെയ്തു, നേരെ എടുത്ത് 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യന്റെ പാറ്റേണിലും രൂപത്തിലൊക്കെ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സ്വാഭാവികമായിട്ടും എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ നമുക്ക് നോക്കാം, ഇതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ വന്ന ചില ക്വസ്റ്റ്യനുകളുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചില ഇമ്പോർട്ടൻ്റ് ആയ ചില ക്വസ്റ്റ്യനുകളുണ്ട്. അത് ചെയ്താൽ തന്നെ ഈ ഒരു ചാപ്റ്റർ വളരെയധികം ഈസി ആയി കിട്ടും. മാത്രമല്ല, ഈ 2ാമത്തെ ചാപ്റ്റർ എന്നുള്ളത് 1ാമത്തെ ചാപ്റ്ററുമായിട്ട് വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് വരാം. ചില ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോ ചോദ്യം ചെയ്യുമ്പോഴും നിങ്ങൾ എന്താ ചെയ്യുക, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ആൻസർ എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ നോ പ്രോബ്ലം, ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ആൻസർ കൃത്യമായി പഠിക്കാം. നോക്കൂ, നിങ്ങൾ ഒരു ചോദ്യം നോക്കാം. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. An element in the 11th group contain electron in 4 shell. ഓക്കെ, അപ്പൊ 11ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഒരു മൂലകത്തിന്റെ 4 ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ഉള്ളത്. 11ാം ഗ്രൂപ്പാണ്. അപ്പൊ പീരിയോഡിക് ടേബിളിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് വേണം. To which period does this element belong? ഈ പറഞ്ഞ മൂലകം ഏത് പീരിയഡിലായിരിക്കും ഉൾപ്പെടുക? അപ്പൊ അതിൽ തന്നെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഒരു ഉത്തരം കൃത്യമായിട്ടുണ്ട്. 4 ഷെല്ലുകൾ ഉണ്ട് എന്ന് പറയുന്ന മീനിങ് എന്താ മക്കളെ? അതിന് 4ാമത്തെ പീരീഡ് ആയിരിക്കും. കാരണം എന്തേ, ഈ പറഞ്ഞ മൂലകം എന്ന് പറയുന്നത് എന്താണ്, അതിന് 4 ഷെല്ലുണ്ട്. ഷെല്ലിന്റെ നമ്പർ എത്രയാണോ അതായിരിക്കും പീരിയഡ് നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആൻസർ ഈസ് 4. അപ്പോൾ എന്തുണ്ട്, 4ാമത്തെ പീരീഡ് ആയിരുന്നു. മാത്രവുമല്ല, നിങ്ങൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഇങ്ങനൊരു പിക്ചർ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും അല്ലെ. 11ാമത്തെ ഗ്രൂപ്പ് നമുക്കറിയാം, ഇത് 1ാമത്തെ ഗ്രൂപ്പ്, ഇത് 2ാമത്തെ ഗ്രൂപ്പ്, ഇത് 3 മുതൽ 12 വരെ ഇവിടെയാണ് വരിക അല്ലെ. 3 മുതൽ 12 വരെ അവരെ നമ്മൾ വിളിച്ചൊരു പേരുണ്ട് അല്ലെ, ഓർമ്മ ഉണ്ടാകും. പിന്നെ 13 മുതൽ അല്ലെ, 13 മുതൽ 18 വരെ നമ്മുടെ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകങ്ങളൊക്കെ 18ാമത്താണ് വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചർ ഇത് മുഴുവൻ വേണമെന്നില്ല, ഇങ്ങനൊരു ഐഡിയ നമുക്ക് ഏകദേശം വേണം. അപ്പൊ ഇതാണ് 1ാമത്തെ പീരീഡ്, ഇതാണ് 2ാമത്തത്, ഇതാണ് 3ാമത്തത്. അവിടെ ഒന്നുമില്ല അല്ലെ. 4ാമത്തെ പീരീഡിലാണ് എന്ത് വരിക, 4 ഷെല്ലുകൾ ഉണ്ടാവുക. അപ്പൊ ഇവിടെയുള്ള ആരോ ആണ് അല്ലെ. കാരണം എന്താ, ഇവിടെ ഒന്നും മൂലകങ്ങളില്ലല്ലോ. അപ്പൊ ഇവിടെയുള്ള ആരോ ആണെന്ന് വ്യക്തമായി സ്വാഭാവികമായിട്ടും 4ാമത്തെ പീരീഡിലായിരിക്കും വരിക. എങ്കിൽ ഈ മൂലക കുടുംബം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൽക്കലി ലോഹമാണോ, ആൽക്കലൈൻ എർത്ത് ആണോ, അല്ല ഹാലജൻ ആണോ, ഒരിക്കലുമല്ല. സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് ഈ മൂലകങ്ങളെ വിളിക്കുക അല്ലെ. അപ്പൊ നമുക്കറിയാം, ഈ പറഞ്ഞ രൂപത്തിൽ എന്താണ്, ഈ 4ാമത്തെ പീരീഡിലെ 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 3rd ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെയുള്ള ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഇവരെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്, ട്രാൻസിഷൻ എലമെന്റ്, സംക്രമണ മൂലകങ്ങൾ. ഇനി ഈ കുടുംബത്തിലെ മൂലകങ്ങളുടെ ഏതെങ്കിലും 2 പ്രത്യേകതകൾ എഴുതുക. അപ്പൊ നമുക്കറിയാം, ഇതിലെ ആദ്യത്തെ 1, 2 പിന്നെ 13 മുതൽ 18 ഇവരെ നമ്മൾ വിളിച്ച പേരായിരുന്നു മെയിൻ ഗ്രൂപ്പ് എലമെന്റുകൾ എന്നുള്ളത്. ഈ മെയിൻ ഗ്രൂപ്പ്, പ്രധാനപ്പെട്ട ഗ്രൂപ്പിലെ എലമെന്റുകൾ, അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എണ്ണി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രത്യേകതകളാണ്. അതേതൊക്കെയാണ് പ്രത്യേകത? ഇവ ഗ്രൂപ്പിലും പീരിയഡിലും ഒരേ സ്വഭാവം കാണിക്കും. ഗ്രൂപ്പിൽ, സാധാരണഗതിയിലൊക്കെ ഗ്രൂപ്പിലാണ് ഒരേ സ്വഭാവം കാണിക്കും. ഇപ്പൊ നമുക്കറിയാം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒരേ സ്വഭാവമാണ് അല്ലെ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ഒരേ സ്വഭാവമാണ്. കാരണം ഹാലജനുകൾക്കൊക്കെ ഒരേ സ്വഭാവമാണ്. അതൊക്കെ ഗ്രൂപ്പിലായതുകൊണ്ടാണ് ഒരേ സ്വഭാവം. കാരണം എന്തേ, അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ഏറ്റവും അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എന്തായിരിക്കും, സെയിം ആയിരിക്കും ഉണ്ടാവുക. എങ്കിൽ ഈ പറഞ്ഞ സംക്രമണ മൂലകത്തിൽ എന്താണ്, ഗ്രൂപ്പിൽ മാത്രമല്ല പീരിയഡുകളിലും എന്താണ്, ഒരേ സ്വഭാവമായിരിക്കും ഉണ്ടാവുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ഓക്കെ, ഇതൊക്കെയാണ് ആളുകൾ. അപ്പൊ ഇവർക്ക് എന്താണ്, ഗ്രൂപ്പിൽ മാത്രമല്ല പീരിയഡിലും ഒരേ സ്വഭാവം ഉണ്ടാകും. അതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്താ അറിയോ, ഇവര് നിറമുള്ള സംയുക്തങ്ങളെ ഉണ്ടാക്കും. നമുക്കറിയാം കോപ്പർ സൾഫേറ്റ്, കോപ്പർ ഇവിടെയാണ് വരിക. കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്താണ്,
ബ്ലൂ കളറാണ് അല്ലെ. അതേപോലെ തന്നെ ഫെറസ് സൾഫേറ്റ് അല്ലെങ്കിൽ ഫെറസ് ക്ലോറൈഡ് അയേണിന്റെ കളർ അതേപോലെ ഉണ്ട്. പൊട്ടാഷ്യം പെർ മാംഗനേറ്റ് ഇതാ ഈ പറഞ്ഞ മാംഗനീസ് 25ാമത്തെ എലമെന്റ് ആയിട്ടുള്ള മാംഗനീസ് അല്ലെ. പൊട്ടാഷ്യം പറഞ്ഞ ചെറിയ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയില്ലേ, പിങ്ക് കളറാണ് കാണിക്കുക. അപ്പൊ നിറമുള്ള സംയുക്തങ്ങളെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അവര് ലോഹങ്ങളാണ് പൊതുവെ 4ാമത്തെ പീരീഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ രൂപത്തിൽ. അതേപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നത്, ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നു എന്നുള്ളതും ഈ സംക്രമണ മൂലകത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പൊ നമ്മൾ 2 പ്രത്യേകത അല്ല, ഏകദേശം 4 പ്രത്യേകതകളോളം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വെരി ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് എ ബി സി ഡി ആർ ഗിവൺ. അപ്പൊ 4 പേരെ കൊടുത്തിട്ടുണ്ട്, അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തന്നിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ അത് വെച്ച് കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നെയിം ദ ഫാമിലി ഓഫ് എലമെന്റ് ടു വിച്ച് എ ബിലോങ്. എ എന്ന് പറയുന്ന ആള് ഏത് ഫാമിലി, ഏത് കുടുംബത്തിൽ പെട്ടതാണ്? അപ്പൊ 2,7 മക്കളെ, ഒരാളുടെ ഇലക്ട്രോൺ വിന്യാസം തന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് കാണാൻ നമുക്ക് അറിയണം. എങ്ങനെ ഗ്രൂപ്പ് കാണുക? 1 2 ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നും കൂട്ടണ്ട, ആ ഇലക്ട്രോണിന്റെ എണ്ണം തന്നെയായിരിക്കും ഗ്രൂപ്പ് നമ്പർ. അഥവാ 1ാമത്തെ ഗ്രൂപ്പിലാണ് ബി വരിക. ഇനി ഇവിടെ 2 8 2 ആണെങ്കിലോ അപ്പോൾ 2ാമത്തെ ഗ്രൂപ്പാണ് വരിക. ഓക്കെ, എന്നാൽ 2ൽ കൂടുതൽ ഇലക്ട്രോണുകൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുണ്ട്. ഇപ്പൊ എ സി ഡി ഒക്കെ എടുത്ത് നോക്കിയാൽ മതി, 2ൽ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? എത്ര കൂട്ടണം? നമ്മൾ അതിന്റെ കൂടെ 10 ആഡ് ചെയ്യണം. അപ്പൊ 7ന്റെ കൂടെ എത്ര ആഡ് ചെയ്തു? 10 ആഡ് ചെയ്തു. എത്രാമത്തെ ഗ്രൂപ്പാ വരിക? 17th ഗ്രൂപ്പ്. എടാ 17ാമത്തെ ഗ്രൂപ്പിന് നമ്മൾ വിളിച്ച പേര് ഹാലോജൻസ് അല്ലെ. ഇയാളാരാണ്? ഹാലോജനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി വിച്ച് among the above is നോബിൾ ഗ്യാസ്. ഇതിലെ നോബിൾ ഗ്യാസ് ആരാണ്? അലസവാതകം ഏതാണ്? ആരാ മക്കളെ അലസവാതകം? 18ാമത്തെ ഗ്രൂപ്പ്. നോക്കിയടാ, 8ന്റെ കൂടെ 10 ആഡ് ചെയ്യുക, 18ാമത്തെ ഗ്രൂപ്പ് കിട്ടി. നോബിൾ ഗ്യാസ് അലസവാതകം ആരാണ്? സി ആണ് ചോദ്യത്തിന്റെ ഉത്തരം മാറ്റി വരിക. ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടണം. അതാരായിരിക്കും മക്കളെ? 7 എടാ ബാഹ്യതമായ ഷെല്ലിൽ നോക്കിക്കേ, 7ന്റെ കൂടെ 10ഉം കൂടി കൂട്ടിയാൽ എത്ര കിട്ടി? 17. ഇയാളും 17, ഇയാളും 17ാമത്തെ ഗ്രൂപ്പാണ്. ഇനി അങ്ങനെ നോക്കണമെന്നില്ല, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം എണ്ണം ഇലക്ട്രോൺ ഉണ്ട് നോക്കിയാൽ മതി. ഇവിടെയും 7 ആണ്, ഇവിടെയും 7 ആണ്. അവർ ഒരേ ഗ്രൂപ്പിലായിരിക്കും, ഒരേ സ്വഭാവമായിരിക്കും അതുകൊണ്ട് തന്നെ ഉണ്ടാവുക. ഇനി ഹല ഓക്കെ, ഇനി ടി ക്വസ്റ്റ്യൻ. ഗീവ് ദ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ എ ആൻഡ് ബി. എയും ബിയും കൂടി ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന മൂലകത്തിന്റെ സംയുക്തത്തിന്റെ രാസസൂത്രം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കൂല, കാരണം ഈ ഒരു ഭാഗം എന്തില്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും പഠിക്കാം. ഇനി ചെയ്യണ തന്നെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈ പറഞ്ഞ ബി എന്ന് പറയുന്ന ആളെടുക്കുക. ബി എന്ന് പറയുന്ന ആൾ ഒരു ഇലക്ട്രോണിനെ കൊടുക്കും. ആ കൊടുക്കുന്ന ഇലക്ട്രോൺ ആണല്ലോ വാലൻസി നമ്മൾ വിളിക്കുന്നത്. നേരത്തെ ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിയുടെ വാലൻസി എത്രയാണ്? 1 ആണ്. എയുടെ വാലൻസി എത്രയാണ്? അതും 1 ആണ്. കാരണം എന്തേ? ബി ഒരു ഇലക്ട്രോണിനെ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണിനെ കിട്ടാൻ. എ നോക്കിക്കേ, ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കും. എന്തിനു വേണ്ടി? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ രണ്ടുപേരുടെയും ആ വാലൻസി എഴുതുക. വാലൻസി പരസ്പരം മാറ്റി താഴെ എഴുതിയാൽ മതി. B1A1. ഇവിടെ ഞാൻ എന്തുകൊണ്ട് ആദ്യം ബി എടുത്തത്? ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആളെയാണ് ആദ്യം എഴുതേണ്ടത്. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന ആളെ രണ്ടാമത് എഴുതുക. രണ്ടുപേരുടെയും വാലൻസി മാറ്റി എഴുതിയപ്പോൾ 1 തന്നെയാണ് കിട്ടിയത്. 1 എന്ന് പറയുന്ന നമ്പർ കെമിസ്ട്രിക്കാർക്ക് ഇഷ്ടേ അല്ല. B1A1 എന്ന് നമ്മൾ പറയില്ല. എന്തേ പറയാറുള്ളൂ? BA എന്നേ പറയാറുള്ളൂ. കാരണം എന്തേ? BA എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മീനിങ് എന്താണ്? ഒരു B ആറ്റം, ഒരു A ആറ്റം എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ പറയുകയാണെങ്കിൽ BA എന്നായിരിക്കും വരിക ഈ ഒരു D ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പത്തിന് എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ കാരണം വിശദമാക്കുക. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള നമുക്കറിയാം, പീരിയോഡിക് ടേബിളിൽ എന്തുണ്ട്? ഒരുപാട് പ്രത്യേകതകളുണ്ട്. പീരിയോഡിക് ടേബിളിൽ ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പത്തിന് എന്താണ് സംഭവിക്കുക? അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പീരിയോഡിക് ടേബിൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ അല്ലെ. ഈ ഒരു പീരിയോഡിക് ടേബിളിൽ ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യും മക്കളെ? കുറഞ്ഞു വരും. വലുപ്പം കുറഞ്ഞു വരും.
എന്താണ് ഇതിന് കാരണം? ഇതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത് ന്യൂക്ലിയർ ചാർജ് ആണ്. ശരിക്കും പറയാൻ നോക്കിക്കേ, നിങ്ങൾ ഇതാ ബോറോൺ എടുത്തു. ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5 കാർബണിന്റെ അറ്റോമിക് നമ്പർ 6, നൈട്രജന്റേത് 7. ഇതിന് മീനിങ് എന്താ അറിയോ? ഇവിടെ 5 പ്രോട്ടോൺ ഉണ്ട്. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോണും ഉണ്ട്. ശരിയല്ലേ? ഇവിടെയോ 6 പ്രോട്ടോൺ ഉണ്ട്, 6 ഇലക്ട്രോണുകളും ഉണ്ട്. 7 പ്രോട്ടോൺ ന്യൂക്ലിയസിലുണ്ട്, 7 ഇലക്ട്രോൺ തൊട്ടുപുറത്തുള്ള ഷെല്ലുകളിലുണ്ട്. ഈ പറഞ്ഞ പ്രോട്ടോണിന്റെ അഥവാ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കൂടുന്തോറും അതിനനുസരിച്ച് നെഗറ്റീവ് ചാർജ് അപ്പുറത്ത് ഇലക്ട്രോണിൻ്റെതും കൂടുണ്ട്. ഈ പറഞ്ഞ ന്യൂക്ലിയസിലുള്ള പോസിറ്റീവും ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ തമ്മിൽ ഉള്ള ആകർഷണ ബലം, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ചാർജ്. അപ്പൊ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ ഷെല്ലിന്റെ എണ്ണം കൂടുണ്ടോ? ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല. എല്ലായിടത്തും എന്താണ് ഈ പറഞ്ഞ ബോറോൺ, കാർബൺ, നൈട്രജൻ എടുത്താൽ എല്ലാവർക്കും 2 ഷെല്ലാണ്. അപ്പൊ ഷെല്ലിന്റെ എണ്ണം കൂടിയാൽ ആറ്റത്തിന്റെ വലിപ്പം കൂടും. ഇവിടെ ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല, പക്ഷെ എന്ത് കൂടുന്നു? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ ന്യൂക്ലിയസ് ആ ഇലക്ട്രോണുകളെ തൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും? ആകർഷിക്കും, അട്രാക്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യും? കുറയും. കാരണം എന്തേ? ഉള്ള ഇലക്ട്രോണുകളൊക്കെ ന്യൂക്ലിയസിലേക്ക് പരമാവധി ആകർഷിച്ചിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യും? കുറയുന്നു. എന്നാൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യും? കൂടും. കാരണം എന്തേ? ഷെല്ലിന്റെ എണ്ണം കൂടുണ്ട്. ഒന്നാമത്തെ പീരീഡിൽ 1 ഷെല്ലുള്ളൂ, രണ്ടാമത്തെ പീരീഡിലോ 2 ഷെല്ലുണ്ട്, മൂന്നാമത്തിലോ 3. അപ്പൊ ഷെല്ലിന്റെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റത്തിന്റെ വലുപ്പം എന്തെയും കൂടും. എങ്കിൽ ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ. പി എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്, അതിന്റെ ബാഹ്യതമായ ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുമുണ്ട്. എങ്കിൽ പി എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, അതിന്റെ അറ്റോമിക് നമ്പർ എഴുതുക. ഓരോന്നുണ്ട്, മലയാളം ഇവിടെ ഉണ്ട്, ഇംഗ്ലീഷും ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, എത്രയാണ്? പി എന്ന ആൾക്ക് 3 ഷെല്ലുണ്ട്. അപ്പൊ നമുക്ക് ഡാഷ് കൊമ 3 എന്ന് എഴുതേണ്ടി വരും അല്ലെ? ഡാഷ് 3. എങ്കിൽ ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരൂടാ? 2, 8, മൂന്നാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺ. അതാണ് ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിന്റെ അറ്റോമിക് നമ്പർ എത്രയാടാ? അറ്റോമിക് നമ്പർ 2, 8, 3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 13 ഇലക്ട്രോൺ. ഏത് പീരീഡിലാണ് നോക്കടാ? 3 ഷെല്ലുണ്ട് മക്കളെ. 3 ഷെല്ലുണ്ടെങ്കിൽ ഏതാ പീരീഡ്? ഷെല്ലിന്റെ നമ്പറാണ് പീരീഡ് നമ്പർ. ഇത് ഏത് ഗ്രൂപ്പിലാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ? 2ൽ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 10 ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. 1, 2 ആണെങ്കിൽ അത് തന്നെയാണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് നമ്പർ. 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ 10 ആഡ് ചെയ്യണം. അപ്പൊ എത്ര ആയിരിക്കും വരിക? 13. 3ന്റെ കൂടെ 10 ആഡ് ചെയ്യുക, 13. ഇതിന്റെ ബോർ മാതൃക ചിത്രീകരിക്കുക. അത് നിങ്ങൾ ചിത്രീകരിക്കുക വേണം. എങ്ങനെയാണ് നോക്കിക്കേ? ഈ പറഞ്ഞ ആളുടെ മാസ് നമ്പർ കൊടുത്തിട്ടുണ്ടോ? മാസ് നമ്പർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഉണ്ട് നമ്മൾ എഴുതണ്ട. പ്രോട്ടോൺ നമുക്ക് എഴുതാം. കാരണം എന്തേ? 13 ആണെന്ന് നമുക്ക് കറക്റ്റ് അറിയാം. ന്യൂട്രോണിന്റെ എണ്ണം കിട്ടാത്തതുകൊണ്ട് നമ്മൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ? ഇനി ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ? 2 ഇലക്ട്രോൺ ആണ്. രണ്ടാമത്തെ ഷെല്ലിലോ 8 ആണ്. ഈ ഇലക്ട്രോൺ എഴുതുമ്പോൾ പരസ്പരം പരമാവധി അകലത്തിൽ വേണം കേട്ടോ മക്കളെ എഴുതാന്. കണ്ടോ? 8 ഇലക്ട്രോൺ മാക്സിമം അകലത്തിൽ. മൂന്നാമത്തെ ഷെല്ലിലോ മക്കളെ 3 ഇലക്ട്രോൺ. 1, 2, 3. ഓക്കെ, അപ്പൊ 2, 8, 3 എന്നുള്ള ഈ ഒരു ബോർ മാതൃക എന്ത് ചെയ്തു? വരയ്ക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഓക്കെ, യെസ്. ഇതാ ഇവിടെ വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു 4 ക്വസ്റ്റ്യൻ ഞാൻ പറയും. 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ABCDEFG കുറേ ഇലക്ട്രോൺ കുറേ മൂലകങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഒന്ന് ചെയ്തു നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദീസ് എലമെന്റ് ബിലോങ് ടു ദ ഹാലജൻ ഫാമിലി? ഹാലജൻ കുടുംബത്തിൽ ഉൾപ്പെട്ട മൂലകം ഇതിൽ ഏതാണ്? മക്കളെ ഹാലജൻ 17ാമത്തെ ഗ്രൂപ്പാണ് അല്ലെ? ഹാലജൻ എന്ന് വിളിക്കുന്നത് 17 അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആരൊക്കെയായിരിക്കും വരിക? എമ്മും എന്നുമാണ് ഹാലജൻ. വിച്ച് ആർ ദ ട്രാൻസിഷൻ എലമെന്റ്? ട്രാൻസിഷൻ എലമെന്റ് നമുക്കറിയാം 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെ ആരൊക്കെയാണ് വരുന്നത്? G, H ആണ്. റൈറ്റ് ദ എലമെന്റ് ഓഫ് ഗ്രൂപ്പ് 1 ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് സൈസ്. ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്ന ക്രമത്തിൽ, ആറ്റത്തിന്റെ വലിപ്പം ഡിക്രീസിംഗ് അല്ലേ, കുറഞ്ഞു വരുന്ന ക്രമത്തിൽ 1ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളെ അറേഞ്ച് ചെയ്യാനാണ്. അപ്പൊ കുറഞ്ഞു വരണം. ഏറ്റവും നമുക്കറിയാം മുകളിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം എന്തെയും
കുറയും. മുകളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആണ്, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഷെല്ലിന്റെ എണ്ണം കൂടിയതിനാൽ ആറ്റത്തിന്റെ വലുപ്പം കൂടും. അപ്പൊ ആറ്റത്തിന്റെ വലുപ്പം ഏറ്റവും കൂടുതൽ ആർക്കുക? ഡി ആണ്. പിന്നെ കുറവായിരിക്കുക? ഡി ആണ് ഏറ്റവും കൂടുതൽ. പിന്നെ കുറവായിരിക്കുക? പിന്നെ തൊട്ട് അപ്പുറത്തുള്ള സി ആണ്. പിന്നെ കുറവായിരിക്കുക? ബി ആണ്. പിന്നെ കുറവായിരിക്കുക? എ ആണ്. ഈ രൂപത്തിലായിരിക്കും. അപ്പൊ ഡി സി ബി എ ഇതായിരിക്കും വലുപ്പം കുറഞ്ഞു വരുന്ന രൂപത്തിൽ. കാരണം മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കൂടി വരികയാണ്. ഇനി വിച്ച് എലമെന്റ് ഹാസ് സ്മോളർ ആറ്റം ബി ഓർ ഐ? ബി എവിടെയാണ്? ബി ഇവിടെ കിടക്കുന്നത്. ഐ എവിടെ കിടക്കുന്നത്? ഐ ഇവിടെയാണ് കിടക്കുന്നത്. ആർക്കായിരിക്കും മക്കളെ വലുപ്പം കുറവ്? ബി ആണോ ഐ ആണോ? ഒരേ ഗ്രൂപ്പ് പീരീഡിലാടാ, ഒരേ പീരീഡിലല്ലേ. അപ്പൊ ഷെല്ലിന്റെ എണ്ണം കൂടുന്നൊന്നുമില്ല. ബി ഏറ്റവും ലെഫ്റ്റിലാണ്. വലത്തോട്ടേക്ക് പോകും എന്ത് ചെയ്യും? വലത്തോട്ടേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനാൽ ആറ്റത്തിന്റെ സൈസ് കുറയും. അപ്പൊ ആർക്കാണ് സൈസ് കുറവ്? ഐക്കാണ് സൈസ് കുറവ്. എങ്കിൽ ഇതാ EFGH 4 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു. 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. ഈ 4 ക്വസ്റ്റ്യന്റെയും ആൻസർ എന്ത് ചെയ്യുക? ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് പോസ് ചെയ്തുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കാം. മലയാളം മീഡിയംകാർക്ക് ഇതാ ഇവിടെ മലയാളത്തിലും ക്വസ്റ്റ്യൻ ഉണ്ട്, പോസ് ചെയ്തുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നോക്കട്ടെ. 4ഉം ആദ്യം ആരാണ് ശരിയാക്കിയെന്ന് നമുക്കൊന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കാം. സോ മറ്റൊരു ചാപ്റ്റർ, നമ്മൾ 3ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടിയും സ്വാഭാവികമായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാവും. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.